ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്ക് കണ്ടാൽ ചോക്ലേറ്റ് ട്രഫിളാണെന്നൊന്നും തോന്നില്ല, പക്ഷേ സംഭവം ചോക്ലേറ്റ് ട്രഫിളാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗനാഷാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് കേക്കിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഗനാഷാണ്. അപ്പോൾ എനിക്കിത് രാത്രി വന്നിട്ടുള്ളൊരു കേക്ക് ഓർഡറാണ് കേട്ടോ. രാത്രിയുള്ള ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രി തന്നെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഗനാഷ് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ക്രം കോട്ട് ചെയ്യാനുള്ളത് രാത്രി ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഹാഫ് പോർഷനെ. അപ്പോൾ ബാലൻസ് ഉള്ള ഞാൻ ഇതുപോലൊരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ക്ലിംഗ് റാപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എയർടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് 2:1 റേഷ്യോയിലാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് 500 ഗ്രാം ചോക്ലേറ്റ് നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിലോട്ട് 250 ml നമുക്ക് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ വിപ്പിംഗ് ക്രീമാണ് ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് വന്നിട്ടുള്ളൊരു കേക്ക് ഓർഡർ ആയതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഫ്രഷ് ക്രീം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മാത്രം എടുക്കാം. അത് നമ്മുടെ ആ ചോക്ലേറ്റിന് ഒരു ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് ഉണ്ടല്ലോ, അതുണ്ടാവും. അതിഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്കത് എടുക്കാം. നമ്മുടെ കസ്റ്റമറിന് അത് വലിയ താല്പര്യമില്ല, എന്നാൽ ചോക്ലേറ്റ് കേക്ക് കഴിക്കുകയും വേണം, അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈക്വൽ പോർഷൻസ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ മിൽക്ക് കോമ്പൗണ്ടും അതുപോലെ തന്നെ ഡാർക്ക് കോമ്പൗണ്ടും ഹാഫ് ഹാഫ് വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ. അപ്പോൾ നമ്മൾ കേക്കെല്ലാം ക്രം കോട്ട് ചെയ്ത് നൈറ്റ് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ, ഏർലി മോർണിംഗാണ് നമ്മൾ ബാക്കി വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, നന്നായിട്ട് ഒരു ഫിനിഷിംഗ് ലുക്കിൽ നമുക്ക് ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആക്ച്വലി എനിക്ക് ഈ കേക്കിന് ഫിനിഷിംഗ് ലുക്ക് വേണ്ട, കാരണം നമുക്കിതിന് പുറത്തായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഒരു ലെയർ കൂടെ കൊടുക്കാനുണ്ട്. അവർ അയച്ചിട്ടുണ്ടായിരുന്ന ഡിസൈൻ അങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. വൈറ്റ് വിപ്പിംഗ് ക്രീം കൂടെ നമുക്ക് കവർ ചെയ്യാനുള്ളതുകൊണ്ട് ഫിനിഷിങ് ആവശ്യമില്ല, എങ്കിലും അത്യാവശ്യം ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഗനാഷായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ കംപ്ലീറ്റ് പോർഷനും ഇതിലോട്ട് എടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഞാൻ ഐസിങ് നൈഫൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഫിനിഷ് ചെയ്തെടുത്തുള്ളത്. ചില സമയത്തും നമുക്കത് സ്റ്റിക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്നും അതിൻ്റെ ആവശ്യം വന്നില്ല. നന്നായിട്ട് നൈഫ് വെച്ചിട്ട് നമ്മളൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ സ്ക്രേപ്പർ ബ്ലേഡ് കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമ്മുടെ കേക്ക് കിട്ടുന്നുണ്ടായിരുന്നേ. ഈ ഒരു ഫിനിഷിങ്ങിൽ പെർഫെക്റ്റായിട്ട് നമ്മുടെ കേക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗനാഷ് സെറ്റായിരിക്കണം. കാരണം നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷ് കിട്ടിയാൽ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മുടെ കേക്ക് ക്രം കോട്ട് ചെയ്ത് ഓൾറെഡി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടാവണം. പ്രത്യേകിച്ച് ടോൾ കേക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ കേക്ക് ചരിഞ്ഞു പോകാനൊക്കെയുള്ള ചാൻസസ് ഉണ്ടാവും. കുറച്ചുകൂടി വേണമെങ്കിൽ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് എടുക്കാവേ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമുക്കിതിൻ്റെ പുറത്ത് വിപ്പിംഗ് ക്രീം കൂടെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയൊരു ഫിനിഷിംഗ് കേക്കിന് കൊടുക്കാത്തത്. അപ്പോൾ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് ഇതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്